ഇന്ന് നമുക്ക് ഒരു വെജിറ്റബിൾ അടദോശ ഉണ്ടാക്കാം. നമ്മൾ സാധാരണ കടലയും പയറും വറ്റൽമുളകും ഉള്ളിയും ഉഴുന്നും അരിയും എല്ലാം കൂടെ വെച്ചിട്ടൊരു അടദോശ ഉണ്ടാക്കാറുണ്ട്. അതിന് പകരമായിട്ട് അത് ധാന്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള അടദോശ, ഇത് വെജിറ്റബിൾ വെച്ചിട്ടുള്ളത്. അതിനാദ്യം നമ്മളൊരു കുറച്ച് ഓട്സ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം. പിന്നെ നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസ്, നമുക്ക് ബീൻസ്, ക്യാരറ്റ്, ക്യാബേജ്, ക്യാപ്സിക്കം, സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം എടുക്കാം. നമ്മുടെ കയ്യിലുള്ള പച്ചക്കറികളൊക്കെ. കോളിഫ്ലവർ ഉണ്ടെങ്കിൽ അത് പൊടിയായിട്ട് അരിഞ്ഞെടുക്കാം, ബ്രൊക്കോളി എടുക്കാം. ഇതെല്ലാം ഒന്ന് ചോപ്പറിലിട്ട് പൊടിയായിട്ട് നുറുക്കി വയ്ക്കണം. ഇനി ഇതിലേക്കൊരു ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഈ ഓട്സിൻ്റെ പൊടിച്ചതിലേക്കിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. നമ്മൾ മഞ്ഞൾപ്പൊടി കളറിന് വേണ്ടിയാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. എന്നിട്ട് ഇതെല്ലാം കൂടി നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. വെജിറ്റബിൾസിൽ കുറച്ച് നനവുള്ളതുകൊണ്ട് ഒന്ന് നനഞ്ഞ് കിട്ടും. പക്ഷേ ഓട്സ് ആയതുകൊണ്ട് അത് പോരാ, കുറച്ചും കൂടെ വെള്ളം ചേർത്ത് തന്നെ നനയ്ക്കണം. പിന്നെ ഞാനതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കടലമാവും കൂടെ ചേർത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ, ഒന്നുകൂടെ നല്ലൊരു ബൈൻഡിങ് ഇത് കിട്ടാൻ വേണ്ടി. അല്ലെങ്കിൽ നമ്മൾ ദോശ ചുട്ടെടുക്കുമ്പോൾ അതൊക്കെ പൊട്ടി പോകും. അപ്പോൾ ഇതും കൂടെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് കുഴച്ച് വയ്ക്കുക. ചപ്പാത്തി മാവിൻ്റെ പരുവമല്ല, അതിനെക്കാട്ടി കുറച്ചും കൂടെ ലൂസായിട്ട് കുഴയ്ക്കണം. എന്നിട്ട് ഒരു 5 മിനിറ്റ് വെച്ച് കഴിയുമ്പോൾ ഒന്നും കൂടെ അതൊന്ന് ഡ്രൈ ആവും. ഓട്സ് ആയതുകൊണ്ട് വെള്ളം പിടിച്ചിട്ട് ഒന്ന് ഡ്രൈ ആവും. അപ്പോൾ നമ്മൾ ചുടുന്നതിന് തൊട്ട് മുമ്പായിട്ട് കുറച്ചും കൂടെ വെള്ളം ചേർത്ത് നമ്മൾ പാകത്തിന് അയവാക്കി വെക്കണം. ഇനി ഒരു ദോശക്കല്ല് അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പം നെയ്യോ എണ്ണയും വേണമെങ്കിൽ ചേർക്കാം. നെയ്യോ ബട്ടറോ എന്തെങ്കിലും തൊട്ട് തടകാം. അതല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു ഹെൽത്തി വേർഷൻ ആയതുകൊണ്ട് നെയ്യോ എണ്ണയൊന്നും ചേർക്കുന്നില്ല. എന്നിട്ട് ഇത് കുറേശ്ശെ എടുത്ത് കല്ലിൽ വെച്ച് പരത്തുക. കല്ലിലോട്ട് നേരിട്ട് പരത്താൻ ചൂട് ബുദ്ധിമുട്ടുള്ളവർ ഒരു വാഴയിലയിൽ എണ്ണ തടകി അതിൽ നന്നായിട്ട് നൈസായിട്ട് പരത്തിയിട്ട് അത് ഈ ദോശക്കല്ലിൻ്റെ പുറത്തെടുത്ത് വെച്ചാൽ മതി. ഒന്ന് ചൂടാകുമ്പോൾ ആ വാഴയില അതിൽ നിന്ന് വിട്ട് വരും. അപ്പോൾ അതെടുത്ത് മാറ്റാം. അങ്ങനെ ചെയ്താൽ കുറച്ചും കൂടെ നൈസായിട്ട് കിട്ടും. ഇത് മാവ് കുറച്ചും കൂടെ ലൂസാണെങ്കിൽ ഒന്നും കൂടി നന്നായിട്ട് പരന്ന് കിട്ടും. ഇത് ഇത്തിരി ഡ്രൈ ആയിപ്പോയി. എന്നിട്ടത് 2 വശവും വളരെ കുറഞ്ഞ തീയിൽ വെച്ചിട്ട് ചുട്ടെടുക്കുക. കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ ബട്ടറോ നെയ്യോ ഒക്കെ ചേർക്കാം. വെജിറ്റബിൾസൊക്കെ കഴിക്കാത്ത കുട്ടികൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാൻ നല്ലതാണ്. ഇതിൻ്റെ കൂടെ നല്ലൊരു തക്കാളി ചട്നിയോ ടൊമാറ്റോ സോസോ ഒക്കെ ചേർത്ത് കഴിക്കാം. ചട്നി ഒന്നും ഇല്ലാതെ ഇത് കഴിക്കാം, കാരണം ഇതിനകത്ത് പച്ചമുളകും വെജിറ്റബിൾസും ഒക്കെ ഉള്ളതുകൊണ്ട്. അപ്പം നല്ലൊരു വെജിറ്റബിൾ ദോശ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.